ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പ്രതാപൻ പാർവിനോട് പറയുകയാണ്, നീയേ അളിയനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് പോലെ സാറിനെ കയ്യിലെടുക്കാമെന്നൊന്നും കരുതണ്ട, അതൊന്നും നടക്കാനേ പോകുന്നില്ല. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, ഇവള് പൂക്കളിൽ വിഷം തളിച്ച് ആളെ കൊല്ലാനുള്ള ഏർപ്പാട് ഈ അടുത്തെങ്ങാണ്ടോ പഠിച്ചതെന്നാ തോന്നുന്നത്. പക്ഷേ അതിനു മുമ്പും ഇവള് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നിവള് വിഷം കലക്കിയാണ് കൊല്ലാൻ ശ്രമിച്ചത്. പാലിൽ വിഷം കലർത്തിയിട്ട് അത് ഞാനാ ചെയ്തതെന്നാ ഇവള് വരുത്തി തീർത്തത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്കന്ന് ആ പാലെടുത്ത് കുടിക്കേണ്ടി വന്നു. ഭാഗ്യം കൊണ്ടാ ഞാനന്ന് രക്ഷപ്പെട്ടത്. പ്രതാപ, എന്റെ ഡിസ്ചാർജിന്റെ സമ്മറി നീ ഒന്ന് സാറിനെ കാണിച്ചേ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തതിന്റെ ആ ചീട്ട് പ്രതാപൻ ആ ഡിവൈഎസ്പിയെ കാണിക്കുകയാണ്. തുടർന്ന് രാധിക പറയുകയാണ്, സാർ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നത് തന്നെയാണ്. പക്ഷേ അതൊന്നും പാർവതി ചെയ്തതല്ല. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇവളുടെ തലയിൽ ആ കുറ്റം ചാർത്തി കൊടുത്തതാണ്. പാർവതി അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്തതാരാണെന്ന് പോലീസ് ചോദിക്കുന്നു. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ തുറന്നു പറയാനും ഡിവൈഎസ്പി പറയുന്നു. ഞാനായിട്ട് ആരുടെയും പേരൊന്നും പറയുന്നില്ല സാർ. തെളിവുകളില്ലാതെ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുന്നത് ശരിയല്ലല്ലോ. തുടർന്ന് ജാസ്മിൻ പറയുകയാണ്, സാർ, ആന്റി നൽകിയ പരാതിയുടെ പേരിലല്ലേ സാർ അന്വേഷിക്കാൻ വന്നത്? ആന്റിക്ക് മാത്രമല്ല എനിക്കും പരാതിയുണ്ട്. വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്ന് ഇവൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദൻ സാറിന്റെ സഹോദരിയാണ് എന്റെ ഏട്ടൻ വിവാഹം ചെയ്തത്. അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് മുൻവൈരാഗ്യമുണ്ട്. അത് മനസ്സിലാക്കിയ പാർവതി അയാളെ കൂട്ടുപിടിച്ചാണ് എന്റെയും വിശാലിന്റെയും വിവാഹം മുടക്കിയത്. ക്ഷണിച്ചു വരുത്തിയവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. ഒരു തെളിവുമില്ലാതെ എന്നെയും എന്റെ ഏട്ടനെയും കൊലപാതകികൾ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. വിഷം തളിച്ച പൂക്കൾ കൊണ്ട് വിശാലിനെ മാത്രമല്ല ഇവൾ എന്നെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ജാസ്മിൻ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. തുടർന്ന് ആ ഡിവൈഎസ്പി പാറുവിനോട് ചോദിക്കുകയാണ്, ഇനി പാർവതി പറ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ കൊണ്ടുവയ്ക്കുന്ന പൂക്കളില് ആരും അറിയാതെ ഇവള് വിഷം തളിക്കുന്നുണ്ടെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ തന്നെ ഞാനത് കൊണ്ട് കളയാൻ ഇവിടുത്തെ ജോലിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. എന്നാൽ അവൾ അതിന് സമ്മതിച്ചില്ല. ജോലിക്കാരുടെ കയ്യിൽ നിന്നും ഇവൾ അത് വാങ്ങിക്കൊണ്ടുപോയി. പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് സാർ ഇവിടുത്തെ ജോലിക്കാരിയോട് ചോദിച്ചു നോക്ക്. പ്രതാപ, സരളെ വിളിക്കാനായിട്ട് പ്രഭാവതി പറയുമ്പോ ഡിവൈഎസ്പി പറയുകയാണ്, നിൽക്ക്, സാക്ഷി വിസ്താരമൊക്കെ അങ്ങ് കോടതിയിൽ മതി. തുടർന്ന് ആ ഡിവൈഎസ്പി പാറുവിനോട് പറയുകയാണ്, ശക്തമായ ആരോപണങ്ങളാണ് ഇവര് നിനക്ക് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. പറഞ്ഞതിൽ എന്തെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? സരളിച്ചയുടെ കയ്യിൽ നിന്നും ഞാനത് വാങ്ങിയെന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷേ എന്ന് പാറു പറയുമ്പോൾ ഇടയ്ക്ക് കയറി ജാസ്മിൻ പറയുകയാണ്, ഇവളുടെ തനിനിറം എല്ലാവരുടെയും മുമ്പിൽ വരുമെന്ന് കണ്ടപ്പോഴാണ് ഇവൾ അത് ടെസ്റ്റ് ചെയ്യാൻ CI അരവിന്ദിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. കുറ്റക്കാരിയാക്കാൻ ഇവള് അതിന് കൂട്ടുനിന്നു. തുടർന്ന് ഡിവൈഎസ്പി പറയുകയാണ്, മൊഴിയും സാഹചര്യങ്ങളുമെല്ലാം തന്നെ പാർവതിക്ക് പ്രതികൂലമാണ്. എനിക്കൊരു ആക്ഷൻ എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പാർവതിയെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് ഡിവൈഎസ്പി പറയുന്നു. ഇത് കേട്ട് ഗോപിനാഥൻ ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് വനിതാ പോലീസുകാർ വന്ന് പാർവിന്റെ കയ്യിൽ കൈവിലങ്ങ് അണിയിക്കുന്നു. പാർവതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പാർവതിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. പാർവതിയെ അറസ്റ്റ് ചെയ്യാൻ ഇവരുടെ മൊഴിയല്ലാതെ സാറിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ തെളിവൊക്കെ ഞാൻ കാണിക്കേണ്ട സ്ഥലത്ത് കാണിച്ചോളാമെന്നും പോലീസിന്റെ കാര്യനിർവഹണത്തിന് തടസ്സം നിൽക്കരുതെന്നും ഗാർഗിയോട് SP പറയുന്നു. തുടർന്ന് രാധിക പറയുകയാണ്, പാർവതിയെക്കുറിച്ച് ഇവർ പറഞ്ഞതൊക്കെ കള്ളക്കഥകളാണ്. വിശാലിനെ പാർവതി കൊല്ലാൻ നോക്കിയെന്നല്ലേ ഇവരൊക്കെ പറയുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് സാറ് വിശാലിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ഗാർഗി, നീ വിശാലിനെ വിളിച്ച് പാർവതി അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിരിക്കുന്നെന്ന് പറ. അങ്ങനെ ഗാർഗി വിശാലിനെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ പ്രഭാവതി ഗാർഗിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ്, വിശാല് ICUവിലാണെന്ന് നിനക്കറിയില്ലേ? ഇവള് കാരണം വീട്ടില് പോലീസ് കയറി ഇറങ്ങി നടക്കുകയാണെന്നറിഞ്ഞാലേ അവന് വിഷമമാകും. അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്നേ ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. സാർ, സാറിന്റെ ഡ്യൂട്ടി ചെയ്യണം. വിശാലിനെ ഞാൻ സാറിന്റെ മുന്നിൽ എത്തിച്ചോളാം. തുടർന്ന് ആ വനിതാ പോലീസ് പാറുവിന്റെ കയ്യിൽ കൈവിലങ്ങ് അണിയിക്കുകയാണ്. അതേസമയം വിശാല് ബെഡിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ നേരം പാർവതി കൊടുത്ത ആ ബൊക്കെ താഴെ വീണ് റോസാപ്പൂക്കളെല്ലാം ചിന്നി ചിതറുകയാണ്. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ, ആടിനെ പട്ടിയാക്കാൻ കഴിവുള്ളവരടുത്ത് മിണ്ടിയിട്ട് ഒരു കാര്യവുമില്ല മോളെ. പിന്നെ ഇവിടെ കോടതിയൊക്കെ ഉണ്ടല്ലോ. തുടർന്ന് പാറുവിനെ അവിടെ നിന്ന് പോലീസുകാര് കൊണ്ടുപോവുകയാണ്. ഈ കാഴ്ച കണ്ട് സന്തോഷിച്ചു നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, അങ്ങനെ ആ മാരണത്തെ ഇവിടുന്ന് കെട്ടിച്ചു. ഇനി ഇവിടെ ശുദ്ധി കലശം നടത്തണം. പിന്നീട് കാണിക്കുന്നത് വിപിൻ വിശാലിന്റെ അടുക്കലേക്ക് ചെല്ലുന്നതാണ്. എന്താ ഏട്ടാ, എന്ത് പറ്റി? എന്താണെന്ന് അറിയില്ല വിപിൻ. പെട്ടെന്ന് മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. വിപിൻ, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ആ ഡോക്ടറോട് ഡിസ്ചാർജ് എഴുതി തരാൻ പറ. ഡിസ്ചാർജ് എഴുതാനോ? ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? സമയമാകുമ്പോൾ ഡോക്ടർ തന്നെ പറയാനല്ലേ പറഞ്ഞത്. ഇല്ല വിപിൻ, എനിക്കിപ്പോ തന്നെ പോയേ പറ്റൂ. നിനക്ക് പറയാൻ മടിയാണെങ്കിലേ ഞാൻ പോയി ഡോക്ടറോട് പറയാം. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരുമ്പോൾ തനിക്ക് ഡിസ്ചാർജ് വേണമെന്ന് വിശാല് പറയുന്നു. പറ്റില്ല, 3 ദിവസം കൂടി റെസ്റ്റ് എടുക്കണം. പ്ലീസ് ഡോക്ടർ, എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് വിശാല് പറയുമ്പോൾ
എങ്കിൽ ശരിയെന്നും എന്നാൽ ഇവിടെ കിടക്കുന്നത് പോലെ അവിടെ റെസ്റ്റ് എടുക്കണമെന്നും ഡോക്ടർ പറയുന്നു. വിശാലിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടാകരുതെന്ന് വിപിനോട് ഡോക്ടർ പറയുന്നു. അങ്ങനെ പാറുവിനെ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിശാലും വിപിനും കൂടി വീട്ടിലേക്ക് പോകുന്നത് പാറു കാണുന്നു. എന്നാൽ പാറുവിനെ അവർ ശ്രദ്ധിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും ജിതിനെയുമാണ്. ജാസ്മിൻ പറയുകയാണ്, വിവാഹ മണ്ഡപത്തിൽ നിന്നും എന്നെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച അവൾ പലവട്ടം സ്വപ്നം കണ്ടിട്ടുണ്ടാകും. വേണ്ടി ആ അരവിന്ദനും അവളും കൂടി കുറേയേറെ ശ്രമിച്ചതുമാണ്. പക്ഷേ എന്നെയും ഏട്ടനെയും വീഴ്ത്താൻ കുഴിച്ച കുഴിയിലെ അവര് തന്നെ മൂക്കും കുത്തി വീണു. പക്ഷേ അവളെ പോലീസ് എന്ന് എഴുതാൻ പോലും അറിയാത്ത അവള് നമ്മളെ അറസ്റ്റിന്റെ വക്കിൽ വരെ കൊണ്ടെത്തിച്ചില്ലേ. അതേസമയം അങ്ങോട്ടേക്ക് രാധികയും ഗാർഗിയും കൂടി ചെല്ലുകയാണ്. ആരും സഹായത്തിനില്ലാത്ത ആളെ നാല് ദിക്കിൽ നിന്നും കല്ലെറിഞ്ഞു വീഴ്ത്തുന്നത് അത്ര വലിയ മിടുക്കുള്ള കാര്യമൊന്നുമല്ല. ജയിച്ചെന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിലേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. വിശാൽ ബ്രോ ഇത് അറിയുമ്പോഴേ കളിമാ എന്നൊക്കെ ഗാർഗി പറയുമ്പോ ജാസ്മിൻ പറയുകയാണ്, പാർവതി വിശാലിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നെന്നറിഞ്ഞാലേ എന്താണെങ്കിലും ഗാർഗി പറഞ്ഞതുപോലെ കളി മാറിയിരിക്കും. നീ അങ്ങനെ പറഞ്ഞാൽ വിശാൽ വിശ്വസിക്കുമെന്നാണോ നീ കരുതുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോ ജാസ്മിൻ പറയുകയാണ്, അതിന് ഞാനല്ലല്ലോ പറയാൻ പോകുന്നത്, ആ ഡിവൈഎസ്പി ആണല്ലോ. വലിയൊരു ആപത്തിൽ നിന്നും വിശാലിനെ രക്ഷിച്ച് എന്നെ ഉണ്ടല്ലോ വിശാൽ ഇനി സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ കണ്ടോ. സ്വപ്നം കാണാൻ കാശ് ചെലവില്ലല്ലോ, നീ അത് കണ്ടോ. അതുകൊണ്ടേ നീ സ്വപ്നം കണ്ടോ. ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചതിന്റെ സന്തോഷത്തില് വിശാൽ നിന്നെ കെട്ടുന്നതും നിങ്ങള് ഹണിമൂൺ ആഘോഷിക്കുന്നതും അവന്റെ 100 മക്കളെ ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുന്നതുമൊക്കെ നീ സ്വപ്നം കണ്ടോ. ഇതൊക്കെ കേൾക്കുന്ന ജാസ്മിൻ ഒരമ്പരപ്പോടെ രാധികയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.